Hello, An Education for Rita, MMOR 1975-85 എന്ന പുസ്തകമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കാനായിട്ട് എതിരാളികളും മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധം. ഏതോ ഒരു റീത്തയുടെ ഏതോ ഓർമ്മക്കുറിപ്പുകൾ എന്തിന് എങ്ങനെ പാർട്ടിക്കെതിരെ ആയുധമാക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇറുത്ത വേറെ ആരുമല്ല, നമ്മുടെ മുൻ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ വൈഫും പോളിറ്റ് ബ്യൂറോ അംഗവുമായ ബൃന്ദ കാരാട്ടാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൽ നിന്നും മറ്റും രക്ഷപ്പെടാൻ വേണ്ടി അവർ സ്വീകരിച്ച പേരാണ് റീത്ത. ആദ്യം ഉദ്ദേശിച്ചിരുന്ന പേര് ലൈല എന്നായിരുന്നു. പക്ഷെ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാര്യയുടെ പേരായിരുന്നതിനാൽ ആ പേര് വേണ്ടെന്ന് വെച്ച് റിത എന്ന പേര് സ്വീകരിക്കാനുണ്ടായത്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഈ ഓർമ്മക്കുറിപ്പിൽ ബൃന്ദ കാരാട്ട് പറയുന്നു എന്ന് എതിരാളികളും മാധ്യമങ്ങളും പറയുന്ന കാര്യം, താൻ വെറും ഭാര്യ എന്ന ലേബലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു എന്നാണ്. അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥായിയായ ഒരു സ്ത്രീവിരുദ്ധ മനോഭാവം ഉണ്ടെന്നാണ്. അതല്ലെങ്കിലും ചരിത്രാതീത കാലം മുതൽക്ക് ഈ മാധ്യമ സിൻഡിക്കേറ്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു വിരക്തിയാണ്, ഒരു എതിർപ്പാണ്. സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി ഒരു മൂലയ്ക്കിരുന്നേനെ. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കഥയുണ്ട്. സ്റ്റാലിൻ്റെ കാലത്ത് നടന്നൊരു കഥ. സ്റ്റാലിനെ പറ്റി പത്രങ്ങളിലൊന്നും വാർത്ത വരില്ലായിരുന്നു. സ്റ്റാലിന് എതിരെയുള്ള ഒരു വാർത്തയും വരില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിൽ, ഒരു പ്രസ് മീറ്റിൽ ഒരു പത്ര റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കെതിരെ പത്രങ്ങളിൽ വാർത്ത വരാത്തത് എന്തുകൊണ്ടാണ്? മരണഭയം കൊണ്ടാണോ? അപ്പോൾ സ്റ്റാലിൻ സിമ്പിളായിട്ട് തിരിച്ചു ചോദിച്ചു, ഇത് ചോദിച്ചത് ആരാണ്? ഏത് റിപ്പോർട്ടറാണ്? അയാളൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ആരും എണീറ്റില്ല. കാരണം അവർക്കറിയാം അപ്പോൾ എണീറ്റ് നിന്നാൽ പിന്നെ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതായിരുന്നു സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ പത്രമാധ്യമങ്ങളെയൊക്കെ ഒതുക്കാമായിരുന്നു. ഇപ്പോൾ മാക്സിമം കടക്ക് പുറത്ത് എന്ന് പറയാനേ പറ്റുന്നുള്ളൂ. അതിൽ കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇത് ഇന്ത്യയാണ്. എന്തായാലും അപ്പോൾ പത്രമാധ്യമങ്ങളും എതിരാളികളും ഒക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ സ്ത്രീവിരുദ്ധതയും ബൃന്ദ കാരാട്ടിനെ വെറും ഒരു ഭാര്യ എന്ന ലേബലിൽ ഒതുക്കിയതും ഒക്കെയാണ്. ബൃന്ദ കാരാട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് പ്രകാശ് കാരാട്ടിൻ്റെ ലേബലിൽ അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അവർ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ആവുന്നതിന് മുമ്പ് തന്നെ തൻ്റെ നേതൃപാഠവും സമരവീര്യവും തെളിയിച്ചതാണ്. അവർ എയർ ഇന്ത്യയിൽ എയർ ഹോസ്റ്റസ് ആയിരുന്നു. എയർ ഹോസ്റ്റസുമാരുടെ യൂണിഫോം സ്കേർട്ടായിരുന്നു. അതിനെതിരെ അവർ പ്രതികരിച്ചു. ഇന്ത്യൻ പ്രതീകമായ സാരിയും യൂണിഫോമിൻ്റെ ഭാഗമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മാനേജ്മെൻറ്റ് വഴങ്ങിയില്ല. അതിനെ തുടർന്ന് അവർ സമരം നടത്തി. പിന്നീട് മാനേജ്മെൻറ്റിന് അവരുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. സ്കേർട്ടിനോടൊപ്പം സാരിയും എയർ ഹോസ്റ്റസുമാരുടെ യൂണിഫോമാക്കി മാറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ ഈ രീതിയിൽ പ്രതികരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് എയർ ഹോസ്റ്റസ് ജോലി ഉപേക്ഷിച്ച് തിരിച്ച് കൊൽക്കത്തയിൽ വന്ന് അവർ വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗമായി. വിദ്യാർത്ഥി യൂണിയനിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ ഡൽഹിയിലേക്ക് പോകുന്നതും പാർട്ടി പ്രവർത്തനം തുടങ്ങുന്നതും. അതായത് പ്രകാശ് കാരാട്ട് എന്ന വ്യക്തി, അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കാണുന്നതിന് മുൻപ് തന്നെ ബൃന്ദ കാരാട്ട് രാഷ്ട്രീയം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതുപോലെ പലർക്കും അറിയാത്ത ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് തങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു. അതായത് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും വിപ്ലവ വീര്യത്തിനുമൊക്കെ കുട്ടികൾ തടസ്സമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു, തങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന്. അപ്പോൾ 75-85 കാലഘട്ടത്തിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹി ആയിരുന്നപ്പോഴുള്ള കാര്യങ്ങളാണ് തൻ്റെ ഓർമ്മക്കുറിപ്പിലൂടെ ബൃന്ദ കാരാട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 82-85 കാലഘട്ടത്തിൽ ഡൽഹി ഘടകം പ്രസിഡന്റായിരുന്നു പ്രകാശ് കാരാട്ട്. ആയിടെ ബൃന്ദ കാരാട്ടിന് ചില പദവികളും ഉന്നത സ്ഥാനങ്ങളും മറ്റും ലഭിച്ചു. ആ അംഗീകാരങ്ങളെയെല്ലാം, അല്ലെങ്കിൽ ആ പദവികളെയെല്ലാം ഒരു പാർട്ടി നേതാവിൻ്റെ ഭാര്യ എന്ന ലേബലിലേക്ക് ഒതുക്കാനാണ് പലരും ശ്രമിച്ചത് എന്നാണ് ബൃന്ദ കാരാട്ട് പറയുന്നത്. ഇത് ശ്രമിച്ചത് എതിരാളികളാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കിയാൽ ഇത്തരം അഭിപ്രായങ്ങളും ഇത്തരം എതിർപ്പുകളും ആദ്യം വരുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം ഇതേ സീനിയോറിറ്റി ഉള്ള, ഇതേ പ്രവർത്തന പരിചയമുള്ള, എന്ന ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പ്രവർത്തന പരിചയവും സീനിയോറിറ്റിയും ഉള്ള ആൾക്കാർ ഇത്തരം അംഗീകാരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം.
ഇത്തരം പദവികൾ അവർക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ളപ്പോഴാണ് മുറുമുറുപ്പുകൾ ഉണ്ടാവുന്നതും അങ്ങനെയുള്ളപ്പോഴാണ് ഈ പാർട്ടി നേതാവിൻ്റെ ഭാര്യ എന്ന ലേബൽ ചാർത്തി കൊടുക്കുന്നതും. ഇവർക്ക് അംഗീകാരം ലഭിച്ചത് പാർട്ടി നേതാവിൻ്റെ ഭാര്യയായതുകൊണ്ട് എന്ന അഭിപ്രായം ആദ്യം വരുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് ചുരുക്കം. അതല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്കോ മാധ്യമങ്ങൾക്കോ ആര് എന്ത് പദവിയിലെത്തിയാൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? ഓഫ് കോഴ്സ് എതിർ പാർട്ടിക്കാർ നിങ്ങളുടെ പാർട്ടിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചില വാർത്തകൾ പടച്ചുവിടുമായിരിക്കാം. പക്ഷേ ആത്യന്തികമായി നിങ്ങളുടെ പാർട്ടിയിലുള്ളവർക്ക് തന്നെയാണ് ഇത്തരം സ്ഥാനമാനങ്ങളുടെ പങ്കിടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതിന് പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത് ബൃന്ദ കാരാട്ട് ആണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും അർഹമല്ലാത്ത പദവിയാണ് എന്ന് തോന്നിയാൽ പാർട്ടിക്കാർ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. അവർ ഒളിഞ്ഞോ തെളിഞ്ഞോ, തെളിഞ്ഞ അഭിപ്രായം പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ ഒളിഞ്ഞെങ്കിലും അഭിപ്രായം പറയും, അത് വാർത്തയാവും, മറ്റുള്ളവരിലേക്ക് എത്തും, മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കും. പിന്നെ ഈ ഓമക്കുറിപ്പുകൾ വായിക്കുമ്പോൾ പാർട്ടിയും പാർട്ടിക്കാരുമാണ് നിങ്ങളെ ഭാര്യ എന്ന ലേബലിലേക്ക് ഒതുക്കിയെന്ന് മാലോകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം മറ്റുള്ളവർക്കല്ല, അത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രമാണ്. അവരാണ് അങ്ങനെ തോന്നിപ്പിച്ചത്. അത് നിങ്ങളാണിപ്പോൾ വിളിച്ചു പറഞ്ഞത്. വരികൾക്കിടയിലുള്ള വായന എല്ലാവരും ചെയ്യുന്നതാണ്. അതേ മാധ്യമ മുത്തശ്ശി എന്ന ആ സ്ഥാപനവും ചെയ്തിട്ടുള്ളൂ. അവർ കാത്തിരിക്കുകയായിരുന്ന ഒരു അവസരം കിട്ടി, അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി. ഇപ്പോൾ കെ ശൈലജ ടീച്ചർ പറയുന്നത് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാൻ ഒരു തടസ്സവുമില്ല, എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നാണ്. അപ്പോൾ കെ ശൈലജ ടീച്ചർ മറന്നിരിക്കാനിടയില്ല 87 മത്സരവും അന്നത്തെ മുദ്രാവാക്യവും. 87 നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അന്നത്തെ മുദ്രാവാക്യം കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നായിരുന്നു. കേരം തിങ്ങുന്ന കേരള നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ജയിച്ചു. പക്ഷെ ഭരിച്ചത് KR ഗൗരി അല്ല, ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന EK നായനാരായിരുന്നു. അതിൻ്റെ സൂത്രവാക്യം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷേ അവസാന നിമിഷം KR ഗൗരി മുഖ്യമന്ത്രിയായില്ല, EK നായനാർ മുഖ്യമന്ത്രിയായി. 87 6 വർഷങ്ങൾക്കിപ്പുറം KR ഗൗരി പാർട്ടിയിൽ പോലും ഉണ്ടായില്ല. അവർ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇത്തരം ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കൈരളി ചാനലിനോടാണ്. നിങ്ങളുടെ നേതാവിനോട് ചോദ്യം ചോദിക്കാൻ പോകുന്ന റിപ്പോർട്ടറോടെങ്കിലും ചോദ്യം ഒന്ന് കാണാതെ പഠിച്ചിട്ട് പോകാൻ പറയുക. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നേതാവിനെ കളിയാക്കുന്നത് പോലെ ആയിപ്പോവും. ആ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് കണ്ടു നോക്കുക, മനസ്സിലാക്കുക. ഇംഗ്ലീഷ് അറിയാവുന്ന ആരും കൈരളി ചാനലിൽ ഇല്ല എങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ശശി തരൂറുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം ഫ്രെയിം ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു. അല്ലാതെ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തന്നെ കളിയാക്കേണ്ട കാര്യമുണ്ടോ? അതല്ലെങ്കിൽ ബൃന്ദ കാരാട്ടിന് കുറച്ച് മലയാളം അറിയാമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ആ കുറച്ച് മലയാളത്തിൽ ചോദിച്ചാൽ പോരെ? ആത്യന്തികമായി വി സീ വാട്ട് വി വാണ്ട് ടു സീ. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് നമ്മൾ കേൾക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്ക് വേണ്ട രീതിയിലായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും. താങ്ക് യു.